ടീച്ചേഴ്സ് ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്, മിൽക്ക് മെയ്ഡ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ ടേസ്റ്റിയുമാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പാലിലല്ല, പാൽപ്പൊടിയിലാണ് ചെയ്യുന്നത്. പാലിൽ ചെയ്യുന്നതിനേക്കാളും നല്ല ടേസ്റ്റിയാണ് പാൽപ്പൊടിയിൽ ചെയ്തെടുക്കുന്നത്. നല്ലൊരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ നല്ല ഫ്ലേവർ തന്നെ കിട്ടും ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റാം. ഇത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്, അത് നമുക്ക് ലാസ്റ്റിൽ ചേർക്കാം. ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഞാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം. 2 മിനിറ്റ് മതി. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നിങ്ങൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിച്ചിട്ട് ഇത് ഫുള്ള് കട്ട കട്ട പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ എന്ന് പറയുന്നത്. രണ്ട് മിനിറ്റായി. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. നല്ലൊരു ഫ്ലേവറാണ് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഒന്ന് കംപ്ലീറ്റ് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് കംപ്ലീറ്റ് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇത് ഞാൻ കംപ്ലീറ്റ് തണുത്ത ശേഷം നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് നല്ല റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്. വളരെ ഈസി ആയിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പാലിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് പാൽപ്പൊടി കൊണ്ട് ചെയ്തെടുക്കുന്നത്. പായസത്തിനും ഡെസേർട്ടിനും കേക്കിന് ഐസ്ക്രീമിനൊക്കെ പറ്റി നല്ലൊരു കണ്ടൻസ്ഡ് മിൽക്കാണിത്. നല്ല റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത്.